നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. അങ്കമാലി ഡയറി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ അമീർ ഖാൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സിത്താരെ സമീൻ പറ എന്ന സിനിമയുടെ OTT റിലീസ്. എന്നാൽ ആ ഒരു മോഹം നിങ്ങൾക്ക് വേണ്ട. സംഭവം OTTക്ക് കൊടുത്തിട്ടില്ല അദ്ദേഹം എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് 125 കോടിയോളം വലിയൊരു തുകയുടെ ഓഫർ ആദ്യമേ തന്നെ നെറ്റ്ഫ്ലിക്സോ അതോ ആമസോൺ പ്രൈമോ മറ്റോ തന്നിരുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷേ അത് അദ്ദേഹം വേണ്ടെന്ന് വെച്ച് ചിത്രം റിലീസ് ചെയ്യുകയായിരുന്നു. 90 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ചിത്രം നിർമ്മിച്ചത് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഏതായാലും ചിത്രത്തിന് 200 കോടിക്ക് മുകളിലൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമാണ്. 90 കോടി എന്നുള്ളത് ആ സിനിമയുടെ നിർമ്മാണ ചെലവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടെടുത്തുള്ള ഒരു അറിവ് മാത്രമാണ് കേട്ടോ. എന്തായാലും അതിന് താഴെ ആവാൻ സാധ്യതകളുള്ളൂ. ഏതായാലും ഒരു മാക്സിമം ഒരു 20 കോടിക്ക് മുകളിലേക്ക് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പോകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഏതായാലും ബോളിവുഡ് സിനിമയാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും വ്യക്തമാക്കാൻ സാധിക്കില്ല. ഏതായാലും അത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ അമീർ ഖാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമീർ ഖാൻ്റെ തീരുമാനമല്ല എല്ലാത്തിനും വലുത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം OTT റിലീസിന് കൊടുക്കാതെ ഇപ്പോൾ പേപ്പർ വ്യൂ എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. നല്ല സിനിമകളാണെങ്കിൽ തൻ്റെ പ്രേക്ഷകർ അതൊരു 100 രൂപ കൊടുത്ത് കാണുവാൻ തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ 100 രൂപയ്ക്ക് ഒരു സിനിമ കാണുവാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അതും സിത്താരെ സമീൻ പറന്ന ഒരു മോട്ടിവേഷണൽ സ്റ്റോറി, അതല്ലെങ്കിൽ മലയാളം സിനിമ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അത്തരത്തോളം കാമ്പുള്ളൊരു കഥ ഇപ്പോൾ ബോളിവുഡിലും ഒരു ഹിന്ദി സിനിമയായി വന്നിരിക്കുകയാണ്. അതുതന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം. നമ്മൾ മലയാളത്തിലൊക്കെ കാണുന്ന പോലെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് താരെ സമീർ പറ എന്ന സിനിമ. നമുക്കറിയാം, താരെ സമീർ പറ എന്ന സിനിമ ഉണ്ടാക്കിയ ഓളം എന്താണെന്നും 2007-2008 കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ സിനിമ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് അത് CD വാങ്ങി ആ CD അതിൽ കോപ്പി ചെയ്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം അത്രയ്ക്കും ഇഷ്ടമായ ഒരു സിനിമയാണ് താരെ സമീൻ പറ എന്ന സിനിമ. ഏതായാലും ഹാർഡ് ഡിസ്കിൽ ഇപ്പോഴും ആ സിനിമയുണ്ട്. അതെനിക്ക് വലിയ അഭിമാനമുള്ളൊരു സിനിമയാണ്. കാരണം കുട്ടികളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഏതായാലും അതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ, എന്നാൽ അതിൻ്റെ ഒരു കഥാഗതികളൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. സിത്താരെ സമീൻ പറ എന്ന ചിത്രം ബോളിവുഡ് സിനിമയുമായിട്ട് മാത്രം ഹോളിവുഡിലുള്ളൊരു സിനിമയുമായിട്ട് ഫ്രഞ്ച് സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സിനിമയാണെന്ന് അറിയുന്നത്. ഏതായാലും ആ സിനിമ യൂട്യൂബിൽ വരട്ടെ, യൂട്യൂബിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാതെ പോയൊരു സിനിമയാണിത്. ഏതായാലും വരട്ടെ യൂട്യൂബിൽ അതൊരു വലിയൊരു തരംഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ റിലീസാകുന്ന അമീർ ഖാൻ്റെ ആദ്യ ചിത്രം ഇത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.